പ്രശസ്തയാക്കിയ ലതിക സുഭാഷ് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവങ്ങൾ മറക്കാൻ ഒരുക്കമല്ല. വിഎസിനെതിരെ നടത്തിയ പോരാട്ടം ബ്ലോഗിലും അല്ലാതെയുമെല്ലാം ചരിത്രരേഖയാക്കാനാണ് നീക്കം. മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ബ്ലോഗുകളിലെ സ്ഥിരം എഴുത്തുകാരിയായ ലതിക സുഭാഷ് മലമ്പുഴ വിശേഷങ്ങളാകും ഇനി ബ്ലോഗുകളിൽ എഴുതുക. മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ നേരിടാൻ കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ച അപ്രതീക്ഷിത നിയോഗത്തിന്റെ അവിസ്മരണീയ നിമിഷങ്ങൾ ചരിത്രരേഖയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലതിക സുഭാഷ്. 2 ആഴ്ച മാത്രം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ കണ്ടുമുട്ടിയ മുഖങ്ങളും കടന്നുപോയ വഴികളും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളുമെല്ലാം ലതികയുടെ വരികളിലൂടെ ഇനി ബ്ലോഗുകളിൽ നിറയും. രാഷ്ട്രീയ രംഗത്ത് വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വനിതകൾക്കും തന്റെ വരികൾ കരുത്തുപകരുമെന്ന പ്രതീക്ഷയിലാണ് ലതിക. വി.എസ്. അച്യുതാനന്ദൻ തനിക്കെതിരെ നടത്തിയ വിവാദ പരാമർശമാകും ഏറ്റവും വേദനിപ്പിച്ച നിമിഷമായി എഴുതി ചേർക്കുക എന്നും ലതിക പറയുന്നു. വി.എസിന്റെ കമന്റ് വന്നപ്പോഴൊക്കെ ചർച്ചയിലൊക്കെ പലരും പറഞ്ഞതുപോലെ സ്ത്രീകള് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മുടെ യാഥാസ്ഥിതികമായിട്ടുള്ള ചില ചിന്തകൾ കൊണ്ട് സ്ത്രീകളെ അടിച്ചമർത്താനും അവരെ ആക്ഷേപിക്കാനും നടക്കുന്ന അത്ര ഉന്നതരാണെങ്കിലും അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് വരുന്ന ഈ പ്രവണത വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. മലമ്പുഴയിൽ കണ്ടുമുട്ടിയ ആദിവാസി സമൂഹത്തിന്റെ ദയനീയാവസ്ഥ തന്നെ ഏറെ വേദനിപ്പിച്ചെന്ന് ലതിക പറയുന്നു. ഒ.വി. വിജയൻ ഖസാക്കിന്റെ ഇതിഹാസം പൂർത്തിയാക്കിയ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ചതും അവിസ്മരണീയ ഓർമ്മയായി ലതിക സുഭാഷ് കാത്തുസൂക്ഷിക്കുന്നു. ഈ ഓർമ്മകളെല്ലാമാകും പോരാട്ടത്തിന്റെ നാൾവഴികൾക്കൊപ്പം ലതിക എഴുതി ചേർക്കുക. പറഞ്ഞതും കേട്ടതും എന്തായാലും ലോകമെങ്ങുമുള്ള ബ്ലോഗ് കുഞ്ഞുങ്ങൾക്ക് ചാകരയായി. നീട്ടിയും കുറുക്കിയും ഇനി ചില ബ്ലോഗ് എഴുത്തുകളും പ്രതീക്ഷിക്കാം.